Hello friends, മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിബിൻ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് GHacks. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ചോക്കോ ഫിൽഡ് കപ്പ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതുപോലെ 120 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും പിന്നെ 150 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ബോർബോൺ ബിസ്ക്കറ്റ്സുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോർബോൺ എടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഒരു പാത്രത്തിൽ അല്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസിൻ്റെ ബൗൾ വെച്ച് കൊടുക്കുക. അതിലേക്ക് 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് നല്ല രീതിയിൽ, കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ മെൽറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പം ഇത് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ബോർബോൺ ബിസ്ക്കറ്റ്സിൻ്റെ ക്രീമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നല്ല രീതിയിൽ മിക്സിയിലിട്ട് നല്ലൊരു ഫൈൻ പൗഡർ ആക്കി എടുക്കണം. ഇനി നമുക്ക് ആ തണുത്ത ചോക്ലേറ്റ്, മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് ഈ ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാല് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തിരിക്കുന്ന ഒരു ടീ കപ്പിലേക്കാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്ക് മോൾഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 1-2 പീസ് ഡാർക്ക് കോമ്പൗണ്ട് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കണം, ഈ ഒരു ഡാർക്ക് കോമ്പൗണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു അപ്പച്ചമ്പിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടീ കപ്പ് വെച്ച് കൊടുത്ത് ലിഡ് അടച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 18 മിനിറ്റ്സോളം എടുത്തു ഈ ഒരു കേക്ക് ബേക്കായി വരാനായിട്ട്. അപ്പം നിങ്ങളുടെ കേക്കിൻ്റെ മോൾഡിൻ്റെ സൈസും ഫ്ലെയിമും ഒക്കെ അനുസരിച്ചിരിക്കും ഈ കേക്ക് ബേക്കായി വരാനുള്ള ടൈം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ ബേക്കായി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചോക്ലേറ്റ് ഫിൽഡ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി. അപ്പം ചോക്ലേറ്റും കേക്കും ഒക്കെ ഇഷ്ടമുള്ളവരെല്ലാവരും ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻസ് വഴി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്തിടാൻ മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.